ചേച്ചി ഒരു ഭാര്യയും ഭർത്താവുമാണല്ലോ, ഭർത്താവിൻ്റെ ആക്ഷൻ കട്ട്, ഭാര്യ അവിടെ എല്ലാം മാറിയെന്ന് അവിടെ ഒരു ക്യാരക്ടറായി മാറുന്നു അല്ലേ? അങ്ങനെയാണല്ലോ സിനിമയിൽ വരുമ്പോൾ. നമ്മളവിടെ വരുമ്പോൾ ക്യാരക്ടറാണ്, അവിടെ കുടുംബങ്ങളൊന്നുമല്ല. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയൂ? ഇത് നമുക്ക് പെട്ടെന്നൊരു സിനിമയായിട്ട് നമ്മൾ ചെയ്യാൻ വരുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് നമുക്കൊരു പുതിയ അനുഭവമായിട്ട് വരും. പക്ഷെ ഇത് കുറേ നാളായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സിനിമയെക്കുറിച്ചല്ലേ. പിന്നെ ഇതിനെക്കുറിച്ച്, ഈ പടത്തിനെക്കുറിച്ചും ഇതിനകത്ത് നാട്ടിൻപുറത്ത് ലൈവായിട്ട് കണ്ട് പരിചയമുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് അത് തന്നെ ഒരു പ്രാവർത്തികമാക്കി എന്നുള്ള തോന്നലല്ലാതെ ഒരു പുതിയ രീതി ഒന്നും ഒരു അനുഭവമായിട്ട് തോന്നിയില്ല. അതാ കാര്യം. അത് നമ്മൾ കുറേ നാളല്ല, 10-12 കൊല്ലമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച്, ആ സിനിമയെക്കുറിച്ച്, നേരത്തെ എടുത്ത് റിലീസായ സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞ് തർക്കിക്കും. അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, അത് ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇനിയും ഓടിയനെ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ നമ്മുടെ വീടും കുടുംബവും ബന്ധുക്കളും വിട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സിനിമ വിശേഷങ്ങളാണ്. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. എനിക്കത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കുടുംബം അങ്ങനെ തന്നെയാണ് അല്ലേ? ചേച്ചി, മനുഷ്യത്തി എല്ലാവരും സിനിമ ബാക്ക്ഗ്രൗണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഭർത്താവ് അത് അദ്ദേഹത്തെ ഇപ്പം സിനിമയിലെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയാണ്. വീട്ടിൽ നിന്നുള്ള അഭിനയം മുകളിലെ അഭിനയത്തിലേക്ക് എത്തിക്കാനുള്ള സമയത്ത് അല്ലല്ല, അതിനെനിക്ക് തർക്കമുണ്ട്. അത് ഞാൻ തർക്കിക്കും. ഉർവശി സിനിമയിൽ എന്നെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞില്ലേ, അത് വ്യക്തമായി എനിക്ക് പറയാൻ പറ്റും. സിനിമയില് ഉർവശിക്കുള്ളതിനേക്കാൾ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഉർവശി പറഞ്ഞുതരാം. 700 സിനിമയിൽ പുറത്ത് അഭിനയിച്ച് നിങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റ്, 800 കൂടുതൽ പടം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് അല്ല, ഞാൻ ഇനിയിപ്പോണ്ട് സിനിമയില് ഞാൻ 50 പൈസ, എന്റെ ബന്ധുക്കൾക്ക് തിയേറ്റർ ഉണ്ടായിരുന്നു, അവിടെ ബാക്കില് നമുക്ക് ഫ്രീയാ. അന്ന് റിസർവേഡ് എന്ന് പറയും. നമ്മള് ഈ 50 പൈസ കൊടുത്ത ഫ്രണ്ടിൽ പോയിരിക്കാം, ടിക്കറ്റ് എടുത്തിട്ട് തോർത്തൊക്കെ ഇട്ടിട്ട് പോയി, ടിക്കറ്റ് തരികയല്ല, ഞാൻ എൻ്റെ മുഖം കണ്ട ടിക്കറ്റ് എടുത്ത് ഫ്രണ്ട് എനിക്ക് എന്തിനാ കൈ അടിക്കണം കൂവണം. ഉർവശി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പോയി സാറേ ടിക്കറ്റ് കണ്ടിട്ട് ചോദിച്ചു, കണ്ടിട്ടുണ്ടോ? രാത്രി വീട്ടിൽ നിന്ന് ഒളിച്ച് കഥവും തുറന്ന് സിനിമയ്ക്ക് പോയിട്ടുണ്ടോന്ന് വരും. ഇത് 800 പുറത്ത് വീട്ടിൽ വിടൂ. അപ്പോ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളൊക്കെ എക്സ്പീരിയൻസ് ഇവിടെയാണ്. ഇതാണ് സിനിമാ പാരമ്പര്യമുള്ള ആള്. സിനിമാ പാരമ്പര്യം ഈ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പിന്നെ കണ്ട ടിക്കറ്റിൽ ചിലപ്പോൾ ഉർവശി ചിലപ്പം ഒരു നേരത്തെ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ആര് കണ്ടു? ഈശ്വരനല്ലേ അതറിയാവൂ. അതെ, അതും കൂടെ എന്റെ സിനിമയുടെ ടിക്കറ്റ് ആണോന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഉർവശിയുടെ അരിക്ക് വരുന്നവരെ പിന്നെ ഉർവശിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു ചെലവിനും തന്നിട്ടില്ല. മൊത്തത്തിൽ ഞാനാണ് എക്സ്പീരിയൻസ്ഡ്. നമിച്ചു ഇവിടെ ഒന്നുമല്ല, ഇവിടെയാണ് നമിച്ചു. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. പുതിയ സിനിമാ പാരമ്പര്യം എന്ന് പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയി. ഇതാണ് ഏറ്റവും പാരമ്പര്യമുള്ള സിനിമാക്കാരൻ. എവിടെയായിരുന്നു ഇത്ര നാളും? മരണ സമയം കഴിഞ്ഞതിനു മുമ്പ് അതിന്റെ ഇവിടെ അളിയൻ വന്നു, പെങ്ങളെ കൊണ്ടുപോയി, ഇത്ര തന്നെ നമ്മുടെ സിനിമയെ പറയുന്ന പോലെ. ഉർവശി ചേച്ചിയുടെ ആദ്യ സിനിമ ഏതാണ് കണ്ടത്? ഉർവശി ചേച്ചിയുടെ സിനിമയല്ല ആദ്യം കണ്ടത്, ഞാൻ പോസ്റ്ററാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ കടയിൽ എനിക്കൊരു ബാവുണ്ണൻ, എൻ്റെ കൂട്ടുകാരൻ വിനോദിൻ്റെ ചേട്ടൻ, ഇദ്ദേഹം തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിക്കും. അദ്ദേഹം ഈ ചണച്ചാക്കൊക്കെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കടയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാൽ അദ്ദേഹത്തിന് സിനിമ ഫ്രീ ആയിട്ട് കാണിക്കും. അങ്ങനെ മുന്താണി മുടിച്ചിൻ്റെ പോസ്റ്റർ ആലഞ്ചേരി രേണുവിൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ ബാവുണ്ണ ഒട്ടിക്കുന്നതാണ് ഉർവശിയെ ഞാൻ ആദ്യം നമ്മൾ കാണുന്നത്. ബാക്കി ഉർവശി സിനിമയൊന്നും അല്ല, നമുക്ക് എപ്പോഴും അടി അങ്ങനെയൊക്കെ ഉള്ള സിനിമകളാണ് കണ്ടത്. ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ആ പോസ്റ്റർ വന്നതും ബാവുണ്ണ ആ സിനിമ കാണാൻ പോകുന്നതിൻ്റെ കഥകളൊക്കെ പറയുന്നതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. പോസ്റ്ററാണ് ആദ്യം കണ്ടത്, സിനിമ പോസ്റ്ററാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.